ഹലോ, അപ്പോൾ ഇവിടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഷോപ്പിംഗ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഇയർ എൻഡിങ് ആണല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അതിന് മുന്നേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ പോണ സ്ഥലം എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റുന്ന സ്ഥലം തന്നെയായിരിക്കും. അപ്പോൾ ഇനി അവിടെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണുക അല്ലേ. നല്ല ബുദ്ധിമുട്ടാണ്, ജലദോഷമാണ്. പോവല്ലേ അപ്പൊ എന്റെ കണ്ണ് കണ്ടിട്ട് എല്ലാവരും വിചാരിക്കും ഞാൻ എന്താ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നവര് മറ്റേ സൺക്രീം തേച്ച പോലെയാവും. പക്ഷെ അതല്ല, വയ്യാതി ആയതാട്ടാ. കണ്ണ് ഉറക്കം ശരിയായില്ലെങ്കിൽ കണ്ണിൽ ചെറിയ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള മരുന്ന് വെച്ചാണ്. അപ്പൊ നമുക്കിനി അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അല്ലേ അമ്മ? അച്ഛൻ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി നിൽക്കുന്നു, നമുക്ക് പോവാം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇന്നത്തെ നമ്മളിവിടെ ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ചാവക്കാടുള്ള റിലയൻസിലേക്കാണ്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം നമ്മൾ ഡ്രസ്സ് ഫുള്ളും അവിടെ നിന്നാണ് എടുക്കാറ്. ചുരിദാർ ആയിക്കോട്ടെ, വെസ്റ്റേൺ ഡ്രസ്സ് ആയിക്കോട്ടെ, അങ്ങനെ മെറ്റീരിയലുകളായിട്ടോ അങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ പച്ച ചുരിദാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിപ്പോൾ ഞാൻ എടുത്ത വീഡിയോസാണ്. ഇതിനും മാത്രമല്ല വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നാളെ മുതൽ എന്ന് വെച്ചാൽ ഡിസംബർ 7 മുതൽ അവിടെ ഭയങ്കര ഓഫർ നടക്കുകയാണ്. എല്ലാ ഡ്രസ്സുകൾക്കും പകുതി വില. ഇപ്പോൾ ഈ കണ്ട ചുരിദാറുകൾ ഫുള്ളും പാർട്ടി വെയറിനും ഇപ്പോൾ ഇത് കാണിച്ച ചുരിദാറിനെല്ലാം പകുതി വിലയ്ക്കാണ് അവർ കൊടുക്കുന്നത്. അത് വർഷം ലാസ്റ്റ് എല്ലാ കൊല്ലം ചെയ്യാറുള്ളൊരു ഓഫറാണ്. അതിപ്പോൾ അതാ ഡിസംബർ 7 മുതൽ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ അതറിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യമേ വന്ന ഡ്രസ്സെല്ലാം കുറേയൊക്കെ എടുത്തു, പിന്നെ കുറേയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിങ്ങനെ ഓഫറുകൾ വരുമ്പോൾ ഇപ്പോൾ ഒരു 2000 രൂപ ചുരിദാറൊക്കെ 1000-ന്, ഒരു 1000 രൂപ ചുരിദാർ 500 രൂപയ്ക്കാണ് കിട്ടുന്നത്. നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോലും അതിനും റേറ്റാണ് ഇപ്പം എല്ലാ സ്ഥലത്തും. പക്ഷെ അവിടുത്തെ മെറ്റീരിയൽ ആയിക്കോട്ടെ, മോഡലായിക്കോട്ടെ എല്ലാം അടിപൊളിയാട്ടാ. ഞാൻ 2.5 വർഷമായിട്ട് അവിടെ നിന്നുള്ള ഡ്രസ്സുകൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിതുവരെ പെട്ടെന്ന് ഡാമേജ് ആവുക കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഞാൻ എപ്പോൾ ഏത് ഡ്രസ്സിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്താലും എൻ്റെ ഇൻസ്റ്റയിൽ നിറയെ മെസ്സേജ് വരും, ചേച്ചി ഇത് എവിടെ നിന്നാണ് മേടിച്ച്, നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളങ്ങനെ ഒരു ഡ്രസ്സിട്ട് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. എനിക്ക് വേറെ എവിടെ പോയാലും എൻ്റെ മനസ്സിന് ഇണങ്ങിയ ഡ്രസ്സുകൾ കിട്ടാറില്ല. പക്ഷെ ഇവിടെ എല്ലാം അടിപൊളിയാട്ടാ. അപ്പോൾ അതാ ഞാൻ അമ്മയും കൂടിയിട്ട് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങൾ നോക്കും. അപ്പോൾ അതാ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നടന്നതായിരുന്നു. ജോർജറ്റിൻ്റെ ഒരു ചുരിദാർ ഞങ്ങളിട്ടിട്ട് തന്നെ ഒരുപാട് പേര് റിലയൻസിൽ തന്നെ ചോദിച്ച് മേടിച്ച് പോയിട്ടുണ്ട്. അതിൻ്റെ വീണ്ടും മെറ്റീരിയൽ ഇറങ്ങിയിട്ടുണ്ട്, റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പം അത് ഞങ്ങൾ നോക്കിയതാട്ടാ. പുറത്തേക്ക് ചെറുതായിട്ട് ഇതാക്കണം. ഒന്നും ഷേപ്പിന്റെ ആവശ്യമില്ല. എയർ സർക്കുലേഷൻ വേണ്ടിട്ടാണ് അത്. ഒന്നും വേണ്ട. അതേപോലെ ഈ ചുരിദാർ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ചെറുതായതുകൊണ്ട് ഞങ്ങൾക്ക് ഹൈറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കത് ഭയങ്കര വലിപ്പമായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാൻ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോഴും അത് എടുക്കാത്തതിൽ വിഷമമുണ്ട്. ഈ വൈറ്റ് കോട്ട് സെറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ്. ഞാൻ ഷോപ്പിൻ്റെ പേര് ജസ്റ്റ് വീഡിയോ എടുത്താണ്. നല്ല ഭംഗിയില്ല അങ്ങനെ കാണാൻ. പിന്നെ അതാ അമ്മയും കുറേ നാളത്തെ ആഗ്രഹമാണ് കോട്ട് സെറ്റ് എടുക്കുന്നത് സാധാരണ. പക്ഷേ കോളർ കഴുത്തായതുകൊണ്ട് അമ്മ പരീക്ഷിക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടപ്പോൾ അമ്മ ഇട്ടോക്കിയിട്ട് അമ്മയ്ക്ക് ഇഷ്ടമായി. പിന്നെ ഇങ്ങനത്തെ 2-3 മോഡൽ അമ്മ മേടിച്ചു കിട്ടും ഈ പ്രാവശ്യം. അതേപോലെ ഇതാ ചുരിദാറുകളൊക്കെ ചേട്ടൻ കാണിച്ചു തരും. ഇത് മെറ്റീരിയലാണ്. ആ ചേട്ടൻ അറിയാം നമ്മളെ ടേസ്റ്റുകൾ. അപ്പോൾ അവിടെ നമ്മളെ ഇഷ്ടത്തിന് പറ്റിയ എല്ലാ ചുരിദാറുകളും വന്നാലും ആൾ നമുക്ക് കാണിച്ചു തരും. ഇതെനിക്ക് തോന്നുന്നു മൊഡാൾ സിൽക്കിൻ്റെ മെറ്റീരിയൽ വരുന്ന ചുരിദാറാണ്. ഇതൊക്കെ നമ്മൾ നോർമലി എടുക്കുമ്പോൾ നല്ല റേറ്റാണ്. പക്ഷേ നമുക്ക് നാളെ മുതൽ ഇതിൻ്റെ എല്ലാം പകുതി വിലയുള്ളൂ. നമ്മൾ പലരും നമുക്ക് ചില ചുരിദാർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കാശില്ലാത്തതുകൊണ്ട് നമ്മളത് പിന്നെ മേടിക്കാം എന്ന് വെച്ച് മാറ്റി വയ്ക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ടൈം ഉപയോഗിച്ചോ, ഇപ്പോൾ പോയിട്ട് മേടിച്ചോ. അതേപോലെ ഈ 2 വെസ്റ്റേൺ ഡ്രസ്സും ഞാൻ ഇട്ടോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കിത് 2 ഭയങ്കര ഇഷ്ടമാണ്. ഈ 2 മോഡലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കണം. നമ്മൾ പണ്ട് ഇട്ടിട്ടുള്ള കഥകളൊക്കെ പറയുമ്പോൾ എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ
എനിക്കിഷ്ടപ്പെട്ടൊന്നും എവിടെയും കാണാറില്ല. ഒന്നിലും കോമണായിട്ട് ജീൻസിൻ്റെ മോഡൽ അങ്ങനെയൊക്കെ കണ്ടു കിട്ടാറ്. പക്ഷേ ഈ പ്രാവശ്യത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേപോലെ ഈ ചുരിദാർ ഇതിനെ കുറിച്ച് എടുത്ത് പറയാനൊന്നുമില്ല, കാരണം അത്ര അടിപൊളിയാണ്. അതിൻ്റെ മെറ്റീരിയൽ ആയിക്കോട്ടെ അല്ല, നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനും അതിന് പെട്ടെന്ന് കളർ ഫെയിൽഡ് ആവുകയും അങ്ങനെ ഒരു കാര്യമില്ല കേട്ടോ. ഈ 2 ചുരിദാറും ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അമ്മയ്ക്ക് നന്നായി ചേരുന്നില്ലേ. മറ്റേ വൈറ്റും അമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ മാച്ചിന് ഇടാൻ വേണ്ടി എടുത്തതാണ്. ഇതിൻ്റെ തന്നെ ഒരുപാട് കളറുകൾ അവിടെ ഉണ്ട്. എന്താ പറയുക, എനിക്കെൻ്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പ് ഏതാ വെച്ചാൽ റിലയൻസ് ആണ്. കാരണം നമ്മൾ പലപ്പോഴും ചില കടകളിൽ നമ്മൾ സ്ഥിരം കയറുന്നതാണെങ്കിലും ചിലപ്പോൾ നമുക്ക് പോയി നല്ലത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പിന്നെ എത്ര പോകുമ്പോൾ കിട്ടായിരിക്കും, പക്ഷേ ഇടയ്ക്ക് നമുക്ക് പോകുമ്പോൾ കിട്ടാതിരിക്കാം. പക്ഷേ ആ റിലയൻസിൽ അങ്ങനെയല്ല. അവിടെ നമ്മൾ എപ്പോൾ പോയാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് അവിടെ ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ്. ഒരു വട്ടം പോലും അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വെച്ച് മടങ്ങി വരേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണ്. അത് മെയിനായിട്ട് എടുത്തത് കാത്തുവരെ ഷൂട്ടിനും കാര്യം ബൊമ്മയ്ക്ക് അവിടെ വാഷ് ചെയ്യാനും എളുപ്പമാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് കളറുകളൊന്നും ആവില്ല, പെട്ടെന്ന് ചുളിയില്ല, നമുക്ക് അയൺ ചെയ്തിട്ടിടേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഇങ്ങനത്തെ മോഡലുകൾ ഞാൻ മെയിനായിട്ട് എടുത്തത്. ഞാൻ ഇങ്ങനെ തന്നെയാണ് നോക്കിയിട്ട് പോയതും. എനിക്കിപ്പോൾ നമ്മളിങ്ങനെ പറയും ജോലിക്ക് പോകുമ്പോൾ ഡ്രസ്സ് എടുത്ത് വയ്ക്കണ പോലെയാണ് ഞാൻ കാത്തുമര ഷൂട്ടുണ്ട്. കാരണം അവിടെ പോകുമ്പോൾ നമ്മൾ ഇത്ര ദിവസം നിൽക്കുമ്പോൾ അതിൽ നല്ല ഡ്രസ്സുകളും കാര്യം വേണം. അത് നമ്മളൊരു കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് കംഫർട്ടായിരിക്കണം. കാരണം അവിടെ ടൈറ്റ് കുത്തുണ്ട് വല്ല വർക്കുകളൊക്കെ ആകുമ്പോൾ അത് ഉണ്ടിക്ക് സ്റ്റേഷനായിരിക്കും. അപ്പം അങ്ങനത്തെയൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട് കൂടുതൽ ഷൂട്ടിന് പോകുമ്പോൾ. അതേപോലെ ഈ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചുരിദാറാണ്. ഇത് അമ്മയുടെയും എൻ്റെയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഏറ്റവും വെറൈറ്റി വന്നത് എൻ്റെ ഷോളാണ് കേട്ടോ. നമ്മുടെ ടോപ്പിൻ്റെ അതേ കളറല്ല, കുറേ ഡിസൈനൊക്കെ വന്നുള്ള ഷോളായിട്ട് തന്നെ ഭയങ്കര അട്രാക്ഷനാണ് കേട്ടോ. എനിക്കും ഇതും ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ റിലയൻസിൽ പോയാൽ നമുക്ക് അടുത്ത എല്ലാ ഡ്രസ്സും ഇഷ്ടപ്പെടും. വേണമെങ്കിൽ നിങ്ങളും പോയി നോക്കി നോക്കുക. എന്തായാലും ഇപ്പോൾ ഇത്ര വലിയ ഓഫറൊക്കെ നടക്കുകയല്ലേ, നമുക്ക് 1 വർഷത്തേക്കുള്ള ഡ്രസ്സ് എടുക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഓഫർ ടൈമിൽ ഞാൻ കുറേ ഡ്രസ്സുകൾ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ചുരിദാർ വല്ല ഫങ്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഇടും. അങ്ങനെ ഇനിയും എൻ്റെ കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിൽ കുറേ മെറ്റീരിയൽ ബാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മളിതൊക്കെ 2 ഇരട്ടി പൈസ കൊടുത്ത് പല കടയിൽ നിന്ന് മേടിക്കുന്ന വരെ ഇപ്പോൾ ഓഫർ ഉണ്ടാകുന്നതൊക്കെ മേടിച്ച് വയ്ക്കാം. ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടായിക്കോട്ടെ, അതിന് മെറ്റീരിയൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഇന്നാളും കൂടി 2 ചുരിദാർ അടിച്ചിട്ടുള്ളൂ. ഇനി ഒരു പരിപാടിക്ക് കിട്ടുമ്പോൾ മറ്റേ പാർട്ടി വെയർ ചുരിദാർ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് 1-2 ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടാലോ എന്ന് വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ, എന്തോ രസം. ഒരുപാട് ഹെവി ആണോ വെച്ചല്ല, എന്താ വെച്ചാൽ അടിയിൽ ഫുൾ നല്ലോണം വർക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ബ്ലാക്ക് ചുരിദാറാട്ടോ അത്. അതേപോലെ തന്നെ അമ്മ ഒരു 3-4 മെറ്റീരിയലും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു കളറ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ചില ടൈമിൽ അമ്മയ്ക്ക് എടുക്കുന്ന പല കളറുകളും എനിക്ക് ഇഷ്ടപ്പെടും. എനിക്ക് നോക്കി കിട്ടാറുമില്ല. ആ മഞ്ഞ നമ്മൾ എടുത്തില്ല, നമ്മളെപ്പോഴും മഞ്ഞ എടുക്കാറുള്ളതുകൊണ്ട് ആ മഞ്ഞ എടുത്തില്ലേ. ബ്ലാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. നല്ല ഭംഗിയുണ്ടല്ലേ എൻ്റെ ഷാള് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വൈറ്റും അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ളത് തന്നെയായിരുന്നു. അമ്മ സാധാരണ ഇങ്ങനത്തെ കളറുകളൊന്നും എടുക്കാറില്ല. ഈ വൈറ്റ് ലൈറ്റ് പിങ്ക് കളറൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ നമ്മള് റിലയൻസിലാന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മള് ഡ്രസ്സ് എടുക്കുന്നത് പൊന്നൂനായാലും അമ്മയ്ക്കായാലും ഇവിടെ നിന്നാണ് നമ്മൾ എപ്പോഴും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കാര്യം നടക്കുന്നുണ്ട്. ചെറുതല്ല, വലിയ കാര്യം തന്നെയാണ്. നമ്മള് ഡിസംബർ ലാസ്റ്റ് മന്ത് ആയപ്പോ ഇവർക്ക് ഇതൊക്കെ പകുതി വിലക്ക് അല്ലേ. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അവർക്ക് എല്ലാ വർഷവും കഴിഞ്ഞ വർഷവും നമ്മൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് അപ്ഡേറ്റ് തന്നെയാണ്. ഡ്രസ്സ് എടുക്കാനുള്ളവരൊക്കെ വേഗം തന്നെ പോകുന്നു. ചാവക്കാട് നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ബാക്ക് സൈഡായിട്ട് വരും. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. ഇവർക്ക് ക്യാമറയിൽ നിന്നിട്ട് വിഷയമില്ല. മറ്റുള്ളവർ ഓടി വിളിക്കുമ്പോൾ ഇവിടെ ഓരോരുത്തരുണ്ട് ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ ആരെ പറയണേ, അത് പറയാനൊന്നുമില്ല. ഇയർ സെയിൽ ഡിസംബർ 7 മുതൽ ഞായറാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. മിനിമം ഒരു മാക്സിമം 7 ദിവസം അതിനുള്ള ഒക്കെ തീരും. മുതല് ഇവിടെ വരെ പിന്നെ എല്ലാം പകുതി വില. ഓക്കെ, എല്ലാരും അടിപൊളിയായിട്ട് നടക്കട്ടെ. അറിയാ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യം. പുകഴ്ത്തല്ലേ, നമ്മൾ സത്യം പറഞ്ഞാലോ.
കണ്ട ഒരാള് ഇവിടെ ഒരുത്തരോട് പറഞ്ഞപ്പോ ഒരു പ്രതിഭിക്ക് ഇട്ട് കൊടുത്ത കോലം നോക്കിയേ അതിന്റെ വേറെ രൂപ മോളിക്ക് വേറെ മോഡലാണ് പോലെ. ഇത് കറുപ്പ് ചുരിദാറ് അല്ല, ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ഇവിടുന്ന് മുതല് അങ്ങോട്ടേക്കുള്ള ഏത് ഡ്രസ്സ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും പകുതി വില. ഇവരെ മാത്രം കിട്ടില്ല, ഇവരെ മാത്രം കിട്ടാതെ ബാക്കി ഉള്ള, അതായത് ഓണത്തിന്റെ ഇടയിൽ കുട്ടി കച്ചവടം എന്ന് പറഞ്ഞാല് നല്ല നല്ല സുന്ദരിമായ പെൺകുട്ടികളെ നോക്കുന്നു രണ്ടാൾക്കാര്. അപ്പൊ ആരെങ്കിലും ഇടയിൽ കോൺടാക്ട് ചെയ്യാം, റിലയൻസിൽ വന്നിട്ട് നോക്കിയാൽ മതി, എല്ലാ ഡീറ്റെയിൽസ് അറിയും. പിന്നെ ആരോട് ചോദിക്കരുത് സ്വഭാവത്തിനെ കുറിച്ചിട്ട്. അപ്പൊ ചിലവര് നല്ലത് പറയും, ചിലവര് പൊട്ടൊക്കെ പറയും. അത് ചെറുത്, അത് ഞാൻ ഇപ്പൊ നേരത്തെ അറിഞ്ഞു. ചെറുതല്ല, ഭയങ്കര വൃത്തിയായിട്ട ദുശീലായിപ്പോയി. അപ്പൊ ഇതാ ഞാൻ കാണിച്ചു തരാട്ടാ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവര് ഇവിടെ വന്ന് തന്നെ എടുക്കണല്ലോ. നമുക്ക് ഓൺലൈനിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഓൺലൈനിൽ സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് നമുക്കത് ചെക്ക് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ പറ്റില്ല. നിങ്ങൾ ഇവിടെ വന്ന് ചാവക്കാട് എത്തിക്കഴിഞ്ഞാലും അടുത്ത് തന്നെയാണ് ബസ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് നടക്കാനുള്ള 2 മിനിറ്റ് നടക്കാനുള്ള ദൂരം തന്നെയുള്ളൂ. എല്ലാവർക്കും വന്ന് നോക്കി തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാവും. ഇതാ ഇവിടെ നോക്കി ക്ഷീണിച്ചിട്ട് ഇരിപ്പായി. യുദ്ധം കഴിഞ്ഞു, പഴശ്ശിയുടെ യുദ്ധം അവിടെ നടക്കണോ. അതാണ് കേട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ഇവിടെ ഈ കാണുന്ന എല്ലാ ഐറ്റംസും ഒഴിവാക്കിയതിന് ശേഷം മാത്രമാണ് ഇവര് അടിപൊളി ഐറ്റംസ് വീണ്ടും ഇറക്കും. അതോ കാണിച്ചല്ലേ കത്തി കളിക്കുന്ന സാധനം പട്ടികളില് മെറ്റീരിയൽ ഇതൊക്കെ പകുതി വില. എന്തും ഇത് നല്ല റേറ്റ് ശരിക്കും പറയാൻ പാടില്ലാത്തതായിരിക്കും. 3795 രൂപയുടെ ഒരു ഐറ്റം ആണ് കേട്ടോ. കണ്ടില്ലേ ഇതിന്റെയൊക്കെ ഇതൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ തന്നെയാവും എല്ലാരും നോക്കുക. പക്ഷെ ഭർത്താക്കന്മാരോട് പറയണ്ട, അവര് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചില്ല. നിങ്ങൾ വന്ന് അപ്പൊ വന്ന് നോക്കി എടുക്കുക. ഞാനിത് കഴിഞ്ഞിട്ട് വരുന്ന എന്താ പറയാൻ കാരണം ഞങ്ങൾ 2 പ്രാവശ്യം ഇവിടെ വരുമ്പോഴും ഇവിടുത്തെ ആളുകൾ കാണാൻ ചോദിച്ചപ്പോ പർച്ചേസിന് പോയിക്കാം. പക്ഷെ അതൊന്നും ഇപ്പൊ ഇറക്കിയിട്ടില്ല. അതായത് അതെന്താ പറയുക, അതിനുള്ള ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാ. തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി ആ 2 വിഭാഗക്കാര് ആദ്യം എല്ലാം പൊട്ടിക്കും, അവസാനം ഇവരൊരു വെറൈറ്റി സാധനങ്ങൾ വരും. അതേപോലെ തന്നെയാണ് ഇവരെല്ലാം ഒളിപ്പിച്ച് വെച്ചു കൊടുക്കാൻ. അടുത്ത മോഡലുകൾ പുതിയതാക്കും ആ സമയത്ത്. പിന്നെ എല്ലാ ഇത് സ്റ്റിച്ചഡ് ആയതും ഇത് അടിക്കാനുള്ളതും പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ജീൻസ് എല്ലാ സുനാപ്പികളും ഇവിടെ ഉണ്ട് അല്ലേ. അപ്പൊ ഇനി 7-ാം തീയതി വരുമ്പോ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിട്ട് ഇവര് തുപ്പാക്കിത്തെ സംഭവം കഴിച്ചിട്ട് അടിപൊളി സംഭവമായിരുന്നു. അതിന്റെ പിന്നിൽ ആരാ, അതിന്റെ പിന്നിലത്തെ ഇതാരാ കണ്ടന്റ് ചെറിയൊരു തലാണ് ചെറിയ തല പറയണ അടിപൊളിയായിട്ട് കേട്ടോ. പക്ഷെ ആ സംഭവം അത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ മെൻഷൻ ചെയ്യാം. പിന്നെ ഓരോരുത്തർ ഇതൊക്കെ അങ്ങനെ നമ്മളെന്നും വന്നിട്ട് അപ്പോഴാണ് ഞങ്ങൾക്ക് നോക്കുന്നത്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ഇതും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടുതരാം. കോണ്ടാക്ട് നമ്പർ ഇട്ടുതരാം. എത്ര മണിക്കാ തുറക്കുക കാര്യങ്ങള്? 10 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീണ്ടും വന്നപ്പോ ഏകദേശം അതായത് ഞാൻ കാണിച്ചു തരാം. ഈ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം കേട്ടാ. ഇതാ ഓരോ സെക്ഷനും ഇപ്പൊ ഇങ്ങനെ നിക്കുന്നുണ്ട്. ഇത് അന്നത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ഒക്കെ അലങ്കോലായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഇവരുടെ എല്ലാ സ്റ്റോക്കും കാര്യങ്ങളും മൊത്തം ഇവിടെ ഉണ്ടാവും. ഫുള്ള് പുറത്തിറങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും കണ്ടില്ലേ നേരത്തെ കണ്ട പോലെ 3000 അത് ആ 3000 അല്ല, അതിന് ഹെവി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ അതിന്റെ പകുതി വിലക്ക്. അതെ, ക്രിസ്മസ് ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. അപ്പൊ എല്ലാരും വരിക.
പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, ഇവരെ ക്ലോത്തും കാര്യങ്ങളൊക്കെ അത്രയും ടോപ്പ് തന്നെ ആട്ടാ. ഇത് പൊന്നുവിന്റെ പല ഡ്രസ്സുകളും ഇവിടെ തന്നെ ആയതുകൊണ്ട് 2.5 വർഷം ഇവിടേക്ക് വരാൻ തുടങ്ങി. പലതും വരുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ക്വാളിറ്റി തന്നെയല്ലേ. പലതും അല്ല, ഞാൻ ഇടുന്ന എല്ലാ ഡ്രസ്സും അപ്പൊ മറക്കണ്ട. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങള് വേറെ ഷോപ്പിൽ കേറിയിട്ടേ ഇല്ല. എല്ലാന്നുണ്ടെങ്കിൽ തൃശ്ശൂർ കറങ്ങായിരിക്കും. അത്യാവശ്യം തൃശ്ശൂർ കറങ്ങി. ഇപ്പൊ നേരെ ഡ്രസ് എടുക്കണമെന്ന് ചാവക്കാട് വരിക. പിന്നത്തെ കേസില് നിങ്ങക്ക് വരാനും സുഖം തന്നെയാണ് അല്ല പറഞ്ഞ. ചാവക്കാടിന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ചാവക്കാട് ബസ് സ്റ്റാൻഡാണ്. അപ്പുറത്തെ ബിൽഡിങ്ങിൽ തന്നെയാണ് നമ്മളെ ഷോപ്പ് വരുന്നത്, റിലയൻസ്. എന്തായാലും എല്ലാരും വരിക 7-ാം തീയതി മുതൽ. 7-ാം തീയതി മുതൽ. അപ്പൊ ഓൺലൈനും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ കൃത്യമായിട്ട്, കാരണം ഇവർക്കൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാവില്ല. അന്നത്തെ ഫുൾ തിരക്കായിരിക്കും. അവർക്ക് ഓൺലൈനിൽ നോക്കാൻ തിരക്കായിരിക്കും, പറ്റില്ല. എല്ലാവരും ഷോപ്പിൽ വന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം. ഷോപ്പിൽ വരുമ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ബണ്ടിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പാണ്. നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള. പലരും ചോദിച്ചിട്ടുണ്ട് പൊന്നു ആ ചുരിദാർ എവിടുന്ന, ഈ ചുരിദാർ എവിടുന്നാണ്. എല്ലാം ഇവിടുന്ന് തന്നെയാണ്, അമ്മയുടെ ആയാലും പൊന്നുവിന്റെ ആയാലും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് വന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അടിപൊളി ചുരിദാറുകളും അതും നല്ല വിലക്കുറവില് കിട്ടുന്നതായിരിക്കും അല്ലേ ഇക്ക? അപ്പൊ അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ നടക്കട്ടെ. 7-ാം തീയതി മുതൽ ഇവിടെ തൃശ്ശൂർ പൂരം ഇവിടെ ആയിരിക്കും. ചാവക്കാടിലെ പൂരം റിലയൻസില് ഇവിടെ നടക്കും. അപ്പൊ എല്ലാരും വരിക, ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുക്കുക. ഓക്കെ, എന്ന് നോക്കണ്ട, ഒരു ചുരിദാറിന്റെ വിലക്ക് 2 ചുരിദാർ എടുക്കാം. അല്ല അതാണ് നമ്മൾ നോക്കണ്ടേ. ഒരു ചുരിദാറിന്റെ വിലക്ക് 2 ചുരിദാർ നമുക്ക് ഈ പ്രാവശ്യം കൊണ്ടുപോവാം. അത് കൂടുതലും പാർട്ടി വെയർ ഒക്കെ നമുക്ക് എപ്പോഴും ഓരോ ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ നമ്മൾ താങ്ങാൻ പറ്റാത്ത കാര്യം പാർട്ടി വെയർ എടുക്കാം. അതൊക്കെ പകുതി വിലക്ക് ഒരു കൊല്ലത്തിലുള്ള ഡ്രസ് ഫുള്ള് എടുത്തിട്ട് പോയിക്കോ, ആവശ്യമുള്ള സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ തന്നെ കേട്ടോ പലതും ചെയ്യണ്ട്. കാരണം നമുക്ക് റേറ്റ് കുറവില് അത് ഇവര് ഈ പകുതി വിലക്കാ കൊടുക്കണേന്ന് വെച്ചിട്ട് പകുതി വിലക്ക് വെച്ച് ക്വാളിറ്റിയിലൊന്നും മാറ്റുന്നില്ല. ഈ കാണുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇതിന്നൊരു ഐറ്റം മാറ്റി വെക്കേ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇവര് ചെയ്യില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് വന്ന് ഈ വീഡിയോയിലാണ് ഇത് എന്തൊക്കെ അവിടെ അന്നത്തെ ദിവസം ഉണ്ടാവുന്ന അറിയില്ല, പക്ഷെ ഒരൈറ്റം പോലും ഇവിടെ നിന്ന് മാറില്ല. എന്താണോ ക്വാളിറ്റി ആ ക്വാളിറ്റിയിൽ തന്നെ ഇവര് അന്നത്തെ ദിവസങ്ങളിൽ എല്ലാ ഐറ്റംസും. യെസ്, ഇവിടെ വെച്ച് ഇതാ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പോയാലോ? അപ്പൊ ഇവര് പർച്ചേസ് കഴിഞ്ഞില്ലേ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു, നോക്കട്ടെ. അപ്പൊ ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനമില്ല. എനിക്ക് ഒന്നാമതേ മൂക്കടഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നത്. ഒരു കുപ്പി അവിടേക്ക് വീണുണ്ട്. കുഴപ്പമില്ല, മെല്ലെ എഴുന്നേറ്റോ കാത്തുമ്പ എഴുന്നേറ്റ് അവിടെ ഇരുന്നിട്ട് നോക്കണ നോക്കിയാവുള്ള അവിടെ ഇരുന്നിട്ട് അതെ ആരുടെ വീടായിട്ട് ഇതാട്ടാ കണ്ട ബ്ലാക്ക് ഒക്കെ നോക്കിയേ. എന്താ അതിന്റെ ഒരു ഭംഗി. ആ ഒരു സെറ്റിന് എത്ര ഇപ്പൊ എടുത്തേന്? ഇത്ര ധൈര്യത്തില് നമ്മളെ റേറ്റും കാര്യങ്ങളും. യെസ്, അപ്പൊ 7-ാം തീയതി അത്ര കണ്ട ഇതാണ്. അതില് വേറെ മാറ്റില്ല, പകുതി എന്ന് പറഞ്ഞാൽ പകുതി തന്നെ അതിന്റെ. അപ്പൊ എല്ലാരും വന്ന് അടിപൊളിയാക്ക പരിപാടി, ആവശ്യമുള്ളൊക്കെ എടുക്കുക. യെസ്, പോവാ. അപ്പൊ ഇന്നലെ ഞങ്ങള് എന്തൊക്കെ ഷോപ്പ് ചെയ്ത് മാത്രം കണ്ടോളൂ, എന്തൊക്കെ എടുത്തത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതെല്ലാം കാണിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ വന്നിട്ട് വീഡിയോ എടുക്കലോ ഒന്നും നടന്നില്ലെങ്കിൽ ഇപ്പോഴും തീരെ വയ്യട്ടോ, ഭയങ്കര ശ്വാസം വിട്ടും ജലദോഷമൊക്കെ ആണെങ്കിൽ അമ്മ മരുന്ന് തന്നിട്ടില്ല. ചെറിയ കുട്ടികൾ അമ്മയാൾക്ക് ഒറ്റയ്ക്ക് മരുന്ന് എല്ലാ അമ്മമാരെ നമുക്ക് മരുന്ന് എടുത്തിട്ട് അമ്മയ്ക്ക് ഇതുവരെ എടുത്ത് തന്നിട്ടില്ല. തന്നിട്ട് വേണം എനിക്ക് അസുഖം മരുന്ന് ഉഷാറാവാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ എടുത്തത് കാണിച്ചാലോ? ആദ്യം ഇത് കാണിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം. കൊറേ നാളെ അമ്മയ്ക്ക് പണ്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ പണ്ടത്തെ സിനിമകൾ കാണുമ്പോ അതിലിങ്ങനെ ഓരോ നടിമാർക്ക് കാണുമ്പോ ഇങ്ങനത്തെ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ ട്രെൻഡിൽ വീണ്ടും വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ുള്ള മോഡൽ തന്നെയാണ്. പണ്ട് ഞാൻ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇട്ടിരുന്ന ഒരു മോഡലാട്ടോ. അപ്പൊ ഞാൻ ഇവരോട് പറയാം അമ്മയൊക്കെ ഇത് ഇട്ടിരുന്നു എന്ന് പറഞ്ഞിട്ടാ. പിന്നെ ഇട്ട വീഡിയോ ഉണ്ട്. അപ്പൊ ഈ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഷർട്ടിക്ക് തോന്നുന്നു ജീൻസിന് യൂസ് ചെയ്യാൻ പറ്റൂട്ടാ. വെട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഷർട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല തുണി കേട്ടോ. കുഞ്ഞന്റെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കളർ ഷർട്ട്. നമ്മള് പിന്നെ പോയി എനിക്ക് മേടിക്കാണ്ട് പോയപ്പോ എനിക്ക് കിട്ടിയില്ല. എനിക്ക് അങ്ങനത്തെ ഷർട്ടും അതിന്റെ ഇങ്ങനത്തെ ഒരു ഉടുപ്പാട്ടാ. ഇതിനെന്തോന്നും പറയുന്നുണ്ട് പേര് പറയും, എനിക്ക് പേരറിയില്ല. പേരുണ്ട്, ഞാൻ ഇതുവരെ കിട്ടിട്ടില്ല കേട്ടാ. എനിക്കിതൊക്കെ കുറച്ച് ഷേപ്പ് ആക്കാണ്ട് എനിക്കതൊക്കെ സെറ്റ് ചെയ്യണം. ഇന്ന് പോയിട്ട് ഇതിനൊക്കെ കൊടുക്കണം.
ഷേപ്പാക്കാൻ. അപ്പൊ ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ട് പിന്നെ ഈ ഉടുപ്പ് കൂടുതൽ ചുവപ്പും മഞ്ഞും കറുപ്പ്, മഞ്ഞ, ചുവപ്പ്, വൈറ്റ് അങ്ങനെ 3-4 കളറുകൾ മാത്രമേ എടുക്കുള്ളൂ. ഇത് കണ്ടപ്പോ എനിക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് ചേരില്ല, എനിക്ക് കളർ ഓക്കെ ആവില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് എത്ര വർഷം കഴിഞ്ഞാലും നാശാവില്ല കേട്ടോ. നമ്മള് ചെയ്യില്ലേ, നമ്മള് ചെറുപ്പത്തിന്റെ ഡ്രസ്സ് നമ്മളെ മക്കൾക്ക് വേണ്ടി എടുത്ത് വെക്കാം, അങ്ങനെയൊക്കെ എടുത്ത് വെക്കാൻ പറ്റും. കാരണം നാശാവില്ല, ഇത്രയും നല്ല മെറ്റീരിയലാണ്. ഇതിന്റെ റേറ്റ് 1645. ഇപ്പൊ നാളെ തൊട്ട് ഇതിന്റെ നേർപകുതിയല്ലോ. ഇത് നേർപകുതിക്കാണ് നിങ്ങൾക്കൊക്കെ ഇത് കിട്ടാൻ പോണത്. അതിന് ഇങ്ങനത്തെ ഒരു കോട്ട് പോലെ വരുന്നുണ്ട് കേട്ടോ, മേളിലേക്ക് ഒരു ഇന്നർ എന്നൊക്കെ പറയാം. അതേപോലെ നല്ല രസമുണ്ടായിരുന്നു, നല്ല സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഇനി വല്ല പരിപാടിയൊക്കെ വരുമ്പോഴാണ് കേട്ടെ അതിൻ്റെ അടുത്തേക്ക്. എനിക്ക് തോന്നുന്നു ഞാൻ റിലയൻസിൽ ഇതേപോലെ കുറേ നല്ല നല്ല ഡ്രസ്സുകൾ എടുത്തിട്ട് എപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് പരിപാടി. ഒരു സത്യം പറയട്ടെ, നമ്മൾ ഈ പറഞ്ഞാൽ ഇപ്പൊ ഡ്രസ്സ് എടുക്കണ മൊത്തം റിലയൻസ് നാട്ട്, വേറെ എവിടുന്ന് ഞങ്ങൾ എടുക്കണം. ഞങ്ങൾ എടുക്കുന്ന എല്ലാ ഡ്രസ്സിലും റിലയൻസിന്റെ തന്നെയാണ്. കാരണം അവിടുത്തെ മെറ്റീരിയൽ ആയിക്കോട്ടെ എല്ലാം നമുക്കറിയാം. ആദ്യം അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ ഒന്നും ഒട്ടില്ലാതെ അത് നമുക്ക് മെയിൻ ആയിട്ട് ഷോപ്പിന്റെ അട്രാക്ഷൻ സ്റ്റാഫാണ്. അതിലാണ് അടിപൊളി. നമ്മൾ എപ്പോ ചെന്നാലും അത് എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാ കസ്റ്റമേഴ്സിനും ഒരേപോലെ ട്രീറ്റ് ചെയ്യും. നമ്മള് വലിയൊരു ചെറിയ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മള് അവർ ചിലപ്പോൾ ഷോപ്പ് അടയ്ക്കാൻ നിൽക്കും, അപ്പൊ പോയാൽ പോലും അവരവരുടെ ടൈം അവിടെ കളഞ്ഞിട്ട് നമുക്ക് വേണ്ടി ഡ്രസ്സ് എടുത്തറ നിൽക്കും അല്ലേ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്താ പറയാ, ഞങ്ങൾ വേറെ ഷോപ്പിക്ക് പോയി അവിടെ ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങള് ഒരു പരിപാടി വന്ന ഏത് ഷോപ്പിക്ക് പോകാൻ ചോദിച്ചാൽ ആദ്യത്തെ അവിടേക്കാണ്. അവിടെ പോയപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടാൻ നമ്മൾ അടുത്തൊരു കടയ്ക്ക് പോകുന്ന അവസ്ഥ 2.5 വർഷമായി ഇതുവരെയ്ക്ക് വന്നിട്ടില്ല. അത് വേറൊരു കാര്യം അല്ലേ. അപ്പൊ ഇതാണ് ഒന്ന്. പിന്നെ ഇതിലാ എന്റെ ഞാൻ അവിടെ വന്ന് കാറിൽ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ആ ബിംബത്തുമ്പോ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് കാറിൽ അതിന് പൊന്നു ഷേപ്പ് എടുക്കുന്ന വീഡിയോയില് അതൊരു ബിംബത്തുമ്പുണ്ട്. അമ്മ അപ്പന്നെ പറഞ്ഞത് പൊന്നു നോക്കിയോളം നല്ല ഭംഗിയുള്ള ചുരിദാറാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ അടിയിലുള്ള ഒരു വർക്കാണ്, പാർട്ടി വേറെ കേട്ടോ. പല കളറിലാണ് ഈ വർക്ക്. പക്ഷെ ഉണ്ടല്ലോ എനിക്കൊരു പ്രത്യേകത ഇങ്ങനെ അവിടുത്തെ അപ്പൊ അതിന്റെ നമ്മളെ കാത്തുമ്പോ ചെറുതായിട്ട് ഒരു നലമ്പ് കാണിച്ചു, അതിന് വീഡിയോ കട്ടാക്കിയത്. അപ്പൊ ഏറ്റവും ഹൈലൈറ്റ് വരുന്നത് ഈ ഒരു വർക്കാട്ടാണ്. അവര് ഏത് ചുരിദാർ നോക്കിക്കോ, ലോക്കൽ വർക്കായിരിക്കും, സ്റ്റാൻഡേർഡ് വർക്കായിരിക്കും. എല്ലാം മെറ്റീരിയൽ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് വർക്കുള്ള ഡ്രസ്സുകളായിട്ട് പാർട്ടി വെയർ കാര്യങ്ങൾ. എനിക്ക് ഇങ്ങനെ ഒരുപാട് വർക്കുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല, പക്ഷെ അവിടുത്തെ എല്ലാ ചുരിദാറിന്റെ വർക്ക് നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. എന്താ വെച്ചാൽ ഇതിന്റെ ഏറ്റവും അട്രാക്ഷൻ തോന്നിയേ ഒരുപാട് കളറുകൾ വന്നിട്ടുണ്ട് ഇതില്. ഒരു പിങ്ക്, നീല, വൈറ്റ് പേളുകളും മഞ്ഞയും പച്ചയും. നമ്മൾ ഏതെങ്കിലും ഒരു കളറിലെ വർക്കുകൾ വരുന്നുണ്ട്, ഇങ്ങനെ പല കളർ വരുന്നത് ഭയങ്കര കുറവായിരിക്കും അല്ലെ. നല്ലതാണ്, പക്ഷെ മെറ്റീരിയൽ പറയും വേണ്ട. ഇതിപ്പോ ഒന്നും ഷേപ്പാണ് കേട്ടോ, കുറച്ച് വലിയ സൈസാണ്. അവിടെ എന്നാലും ഞാൻ പറഞ്ഞു ഇതിന്റെ ഒരുപാട് കളറുകൾ എടുക്കണം കേട്ടോ, ഒരുപാട് മഞ്ഞൊക്കെ ഉണ്ട്. പക്ഷെ മഞ്ഞ പോലുള്ള എടുത്തില്ല. പിന്നെ ബ്ലാക്കിനോടും എനിക്ക് കുറച്ച് അട്രാക്ഷൻ കൂടുതലാണ്. എനിക്ക് മഞ്ഞാണെങ്കിൽ എന്റെ മോൾക്ക് ബ്ലാക്ക് ആണ്. മഞ്ഞ ഇഷ്ടമാണ്, പിന്നെ ബ്ലാക്കിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് എനിക്ക്. പിന്നെ എന്റെ ഷാൾ പാന്റ് ഷാൾ അടിപൊളി കേട്ടോ. ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കൊന്നും കേട്ടോ. ഒരു ഭയങ്കര ഹെവി ആയിട്ടാണെങ്കിൽ നമുക്ക് ഇടാൻ തീരെ ഇഷ്ടമാവില്ല. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലും കാര്യങ്ങളാണ്. ഷാള് ശരിക്കും യൂസ് ചെയ്തത് അവരാലായി തട്ടിട്ട് നമുക്കൊന്നും ഷാളോട് വലിയ യൂസ് ചെയ്യുന്നിട്ട് ആ ഷാളിന്റെ ഭംഗി അറിയണമെങ്കിൽ അവരിടുമ്പോൾ ഷാളിന്റെ ഭംഗി ഓരോ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളിടുന്നേക്കാളും ഒരു അട്രാക്ഷൻ കൂടുതലാണ് അവർക്ക് ആ ഷാൾ യൂസ് ചെയ്യും. അവർക്ക് ആ ഷാളാണ് അവർക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ അത് നമ്മളിട്ടപ്പോൾ നമുക്ക് ആ ഒരു അട്രാക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ നമ്മളിട്ട് നമുക്ക് കിട്ടുന്നില്ല. അവർക്ക് അതിന് പ്രത്യേക ഭംഗിയാണ്. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് എന്റെ അടുത്ത ഡ്രസ്സ്. ഓ ഇതില് വേറൊരു ഡ്രസ് ഉണ്ട് കേട്ടോ, അറിയാം എന്റെ വീട്ടിൽ. ഇത് നമുക്ക് ഡെയിലി നമുക്ക് വർക്കിന് പോകുമ്പോഴും ഷൂട്ടും കാര്യങ്ങളാണ്. ഇതിന് ഒരുപാട് കളറുകളുണ്ട്, ഒരുപാട്. അതെല്ലാം കഴുകി പെട്ടെന്ന് ഉണങ്ങണ ഒരു മെറ്റീരിയൽ. അടിച്ചാലും കുഴപ്പമില്ല. എന്റെ മടിച്ചുകളില്ലേ നോക്കട്ടാ നിങ്ങൾക്ക് അറിയണമെങ്കിൽ
അല്ല എന്നിട്ട് എല്ലാം കുഴപ്പമുണ്ടോ എന്നെ പോലത്തെ മടിച്ചുകൾക്ക് പറ്റിയൊരു ചുരിദാറാണ്. അമ്മയൊക്കെ എവിടെ പോകുമ്പോഴും തയ്ക്കും. ഞാൻ അങ്ങനെ ഒന്നല്ല കേട്ടാ. അതിന്റെ പാന്റ് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടാ. ഇട്ടപ്പോ എന്തൊരു ഭംഗിയായിരുന്നു വീഡിയോയിലുണ്ട്. ബ്ലാക്ക് അല്ല, ഇതൊരു ഗ്രേ കളർ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗ്രേ കളറാണ്. പക്ഷെ നല്ല രസമുണ്ട് പാന്റ് ആക്കി. ഇതിന്റെ പാന്റ് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇടാനും സുഖം. സൂപ്പർ അടിപൊളി. അതേപോലെ കിട്ടും. അതെല്ലാം വീട്ടില് ചുരിദാറുണ്ടോ അങ്ങനത്തെ ഒക്കെ പറ്റിയതാക്കാം. ഇതിന്റെ റേറ്റ് ഉണ്ടല്ലോ നാളെ തൊട്ട് തുച്ഛമായ റേറ്റിലായിട്ട് ഇത് വരാൻ കൊണ്ട് സത്യമായിട്ടും ഒരു ചുരിദാറിന്റെ അടിക്കൂലി പോലും ആവണില്ല ഇതിന്റെ റേറ്റ്. സത്യം. ഇതിന്റെ റേറ്റ് വരുന്നത് 900 എത്ര കൂടെ ആകും കേട്ടോ. 900 പറഞ്ഞു. ഇത് വരാൻ പോണെന്നിക്ക് 400 ഉള്ളിലേക്ക് 400 ആ റേഞ്ചിലേക്കായിരിക്കും ഈ ഒരു സെറ്റിന് വരുന്ന കേട്ടോ. പല കളറുണ്ട് പല കളറുണ്ട്. മെറ്റീരിയല് ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. ഇതിട്ട വീഡിയോ നിങ്ങൾ കണ്ടപ്പോ നിങ്ങൾക്ക് അറിയാം. എനിക്ക് ഓൾറെഡി ഈ കോർണർത്ത് അത്ര ഇഷ്ടമില്ലാത്ത എന്നിട്ടാണെങ്കിൽ എനിക്ക് അത് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതേപോലെ 2 സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. ബാക്കിൽ വള്ളി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഷേപ്പ് ആക്കേണ്ട ബുദ്ധിമുട്ടില്ല. ബാക്കിൽ വള്ളി വരുന്നോണ്ടായിരുന്നു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കെട്ടാൻ പറ്റും കേട്ടാ. കണ്ടിട്ടില്ലേ അല്ലേ? പൊക്കോ ഞാൻ കണ്ടിട്ടോളാം. അപ്പൊ അതിന്റെ പാന്റ് ഇങ്ങനെയാട്ടാ. സെയിം കളറിൽ തന്നെയാണ് വരുന്നത്. മെറ്റീരിയൽ ഉണ്ടല്ലോ, ഞാൻ വെറുതെ പറയില്ല, ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയൽ. അടിപൊളി. ഭയങ്കര ഇഷ്ടപ്പെട്ടാട്ടാ. ഞാൻ കാത്തിരിക്കുന്ന മെറ്റീരിയൽ. ഒരുപാട് കാത്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ. അതിന്റെ കയ്യിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ പഫ് വരുന്നുണ്ട്. ഇവിടെ ഒരു ബട്ടൺസ് വരുന്നുണ്ട്. റിലയൻസ് ഓരോ വട്ടം മുമ്പിലുള്ള ഓരോരോ പുതിയ പുതിയ മോഡലുകൾ ഉണ്ടാവും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പുതിയൊരു ഇറക്കുന്നുണ്ട്. എനിക്ക് അതും അവരൊരു രീതിയിൽ ഇഷ്ടാട്ടാ. ഒരു കൊല്ലത്തിന് മേലെ ഓൾറെഡി നമ്മൾ ആദ്യം പോകുമ്പോഴുള്ള സാധനം ഇപ്പൊ അവിടെ കാണാൻ ഒരു കൊല്ലത്തെ പഴക്കമായിട്ടുള്ള സാധനം എനിക്ക് തോന്നുന്നില്ല. ഒക്കെ അവരൊക്കെ പറഞ്ഞ അപ്പൊ സെയിൽ പോണവര്. അപ്പൊ ഒരു പിന്നെ നമുക്ക് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ പോലും ചില ഷോപ്പിൽ നമ്മൾ 4 വർഷം ചെന്നാൽ ആ ഡ്രസ് അവിടെ എടുക്കണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു വർഷം ലാസ്റ്റ് മന്ത് ഡിസംബർ കഴിഞ്ഞാൽ അതായത് നാളെയാണ് ഈ ഓഫർ വരുന്നത്. നാളെ ഉച്ച തിരിഞ്ഞ് എത്തുമ്പോഴേക്കും കഴിഞ്ഞ ആർക്കോട് ഡ്രസ് കൂടിയിട്ട് കുറച്ച് മെറ്റീരിയൽ എടുക്കാനും പോയി. രാത്രി പോകുമ്പോൾ ഏകദേശം ഒക്കെ തീർന്നു. പിന്നെ ഞാൻ ഒരു ഐഡിയ ചെയ്തെന്താ വെച്ചാൽ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഫോണിൽ തയ്ച്ചു ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രം പിന്നെ വേറെ ഒന്നും നോക്കാന്ന് ഒറ്റ ദിവസം കൊണ്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. അപ്പൊ നാളെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഏറ്റവും ഇതെന്ന് പാർട്ടിവെയറും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇതുപോലെ നല്ല വർക്കുള്ള ചുരിദാർ. ചിലയിടത്തും ഇങ്ങനെ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോ പകുതി ഡ്രസ്സിന് മാത്രം ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. എല്ലാ ഷോപ്പിലും എല്ലാ ഡ്രസ്സും. ഇനി നിങ്ങൾക്ക് അങ്ങനെ കിട്ടി നിങ്ങൾ നേരെ എന്നെ വിളിച്ചോ. ഞാൻ അവരെ വിളിക്കാം. എനിക്ക് ഉറപ്പാ കിട്ടുന്നു. അതുകൊണ്ട് എത്ര ധൈര്യം ഞാൻ എന്നെ വിളിച്ചോളാം പറഞ്ഞ്. അതേപോലെ അമ്മക്ക് ചുരിദാർ കിട്ടിയില്ല. അമ്മയുടെ സൈസിന് കിട്ടിയില്ല. പക്ഷെ അവരെ ഓഫറിൽ ഇതിന് എവിടെയാണ് നോക്കി കിട്ടിയത്. ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് മാറ്റി വയ്ക്കണം. അപ്പതാ ഒരു അടിപൊളി ചുരിദാറാട്ട്. ഇവിടെ ത്രെഡ് വർക്ക് മാത്രമേ വരുന്നുള്ളൂ. ഒരു മഞ്ഞയില് പിന്നെ അതിന്റെ ഷോൾ വരുന്നത്. ഇന്നലെ സ്റ്റോറി ഇടുമ്പോ അപ്പഴേക്കപ്പോ വിളി വന്നു. ഞാൻ സ്റ്റോറി ഇട്ട് 2 മിനിറ്റ് പോലും ആയിട്ടില്ല. അപ്പോഴേക്കും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നിട്ട് ഷോപ്പിൽ നിന്നിട്ട് തന്നെയാണ് സ്റ്റോറി ഇട്ടത്. അപ്പൊ എന്റെ മെസ്സേജ് ഒന്നും അവർ കാണിച്ചു തന്നിട്ട് അതിന്റെ ഷോൾ ഇട്ട് ഇങ്ങനെയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഐഡിയ. ഷോൾ ഇഷ്ടമില്ലാത്ത ആളാ. പക്ഷെ ഇതിന്റെ ഷോൾ ചുരിദാർ ഇടുമ്പോ ഷോൾ ഇടണം. ചുരിദാറിന് ഷോൾ ഇടണം. ചുരിദാറേ കിട്ടി. ഷാളേ അടിപൊളി ചുരിദാറാണ്. ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും അവർക്ക് ഇങ്ങനത്തെ ഷാളിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. സോഫ്റ്റ് മെറ്റീരിയൽ ഇട്ട പോലെ എടുക്കും. അങ്ങനെ കൂടുതലാണ് അവർ ഇങ്ങനത്തെ യൂസ് ചെയ്യാറുണ്ട്. ഇത് എന്റെ ഫേവറേറ്റ് ചുരിദാറിൽ ഒന്ന് തന്നെയാണ്. ഇതിന്റെ അമ്മയുടെ ഷോള് ഇതമ്മയുടെ ഇതിലെന്താ അമ്മയുടെ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ എടുത്തത്. അയ്യോ ഇതൊക്കെ ഞാൻ മടക്കി വെക്കട്ടെ. അയ്യോ വെള്ളം.
അപ്പൊ ഇതൊക്കെയായിട്ട് നമ്മളെടുത്ത് ഇനി ഇതിന്റെ തന്നെ ഒരുപാട് ഇതിന്റെ 10 മോഡലുകൾ അവിടെ ഇതിന്റെ സെയിം ഒരുപാട് കളർ ചേഞ്ചുകൾ ഒരുപാട് അവിടെ ഉണ്ട് കേട്ടോ. വൈറ്റിലുണ്ട്, പക്ഷെ എന്റെ സൈസിന് കിട്ടിയില്ല എന്നുള്ള സൈസിന് കിട്ടിയില്ല, വൈറ്റും ഉണ്ട് കേട്ടോ. അപ്പൊ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോയിക്കോളെ അല്ലേ. മറന്നുപോയി പിന്നെ ഒരു മെറ്റീരിയലും കൂടി എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ കൂടുതൽ എടുത്ത് മെറ്റീരിയലാണ്. അപ്പൊ പിന്നെ അവിടേക്ക് അത് കണ്ടിട്ട് ഞാൻ ഒരെണ്ണം എടുത്ത് കണ്ടപ്പോ അവൾക്ക് ശരിക്കും ഈ ഷാളാണ് ഞങ്ങളെ അവിടേക്ക് നമ്മളെ ഐഫോൺ എടുത്തിട്ട്. പിന്നെ അപ്പൊ ഞാനിങ്ങനെ ഒരു മെറ്റീരിയൽ കൂടി എടുത്തിട്ടുണ്ട്. ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് മെറ്റീരിയൽ ഒരുപാട് കളക്ഷൻ ആണ്. മെറ്റീരിയൽ ഒരുപാട് കളക്ഷൻ. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറയുക, ആലപ്പുഴന്നൊക്കെ ആൾക്കാര്, എറണാകുളത്തുനിന്ന് ആലപ്പുഴ ടീച്ചർമാര് ഒരു ട്രെയിനൊക്കെ വിളിച്ച് വണ്ടി വിളിച്ചിട്ടൊക്കെ വരില്ലേ. അത്രയും ദൂരെ നടക്കാം. എറണാകുളത്തുനിന്ന് അവര് കൂട്ടിലേക്ക് അവർക്ക് ബസ്സിൽ കയറാൻ യാത്ര ഓട്ടോറിക്ഷ വിളിച്ചിട്ട് റിലാക്സിക്ക് വന്നു. അപ്പൊ ഇത് ഓൺലൈൻ പർച്ചേസ് ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ. ഈ 50% ഡിസ്കൗണ്ട് നമ്മൾ വന്ന് ഷോപ്പിൽ വന്ന് തന്നെ മേടിക്കേണ്ടി വരും. കാരണം നമുക്ക് ആലോചിച്ച് അറിയാലോ, വരുമ്പോ തിരക്കായിരിക്കും. അവർക്ക് ഫോൺ എടുത്ത് നോക്കാൻ ടൈം കിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ കൊല്ലത്തെ അനുഭവം ഞങ്ങൾ കണ്ടോരാ. ഞങ്ങള് രാത്രി 7 മണിക്ക് എത്തിയതിൽ അവര് ഓഫർ ഒറ്റടൊക്കെ വയ്യാണ്ടായി. ഞങ്ങൾ കയറാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു. ശരിക്കും തൃശ്ശൂർ പൂരം പോലെ അതിന്റെ ഉള്ളിൽ അത്രയും തിരക്കായിരുന്നു. അത്രയ്ക്ക് മെറ്റീരിയൽ ഉണ്ട്. മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ഒരുപാട് കളക്ഷനുണ്ട്. അതും നല്ല അടിപൊളി. അവരുടെ കൂടുതൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. അവരെല്ലാ മെറ്റീരിയലും സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നുണ്ട്. ഇനി നാളോട്ട് പകുതി വിലക്കെന്ന് പറയുമ്പോ ഒരു വർഷത്തേക്കുള്ള ഡ്രസ്സ് എപ്പോഴേ എടുത്ത് വെക്കാം. ജോലിക്ക് പോകണമെങ്കിൽ എപ്പോഴും ഡ്രസ്സുകൾ വേണമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും